ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും സംതൃപ്തമായ ജീവിതം നയിക്കുവാൻ കഴിയുന്നത് അനുഗ്രഹിക്കപ്പെട്ട പദവി തന്നെയാണ്. തനിക്ക് വളരെയേറെ ഉണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും തൃപ്തനായിരിക്കേണ്ടത് എങ്ങനെയെന്ന് വിശുദ്ധ പൗലോസിനറിയാമായിരുന്നു. അതിൻ്റെ രഹസ്യം തൻ്റെ ശക്തിക്കായി ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിന്നും അവൻ എടുക്കുന്നുണ്ടായിരുന്നു. ജീവസന്ദേശത്തിൻ്റെ എല്ലാ കേൾവിക്കാർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. ക്രിസ്തുയേശു പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ദൈവം മനുഷ്യന് വാഗ്ദത്തം ചെയ്യുന്ന നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തെ നോക്കി പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുക എന്നാകുന്നു നമ്മോട് ബുദ്ധി ഉപദേശിക്കുന്നത്. താൽക്കാലികമായ നശിച്ചു പോകുന്ന കാര്യങ്ങളുടെ പിന്നാലെ ഓടി നമ്മുടെ ജീവിതം പാഴാകാതെ ഇരിക്കുവാൻ ഈ പഠനം നമ്മെ സഹായിക്കട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിലേക്ക് ഇന്ന് നമ്മൾ കടന്നു പോകാം. കടം വാങ്ങി തിരികെ കൊടുക്കാൻ കഴിയാതെ വന്നതിനാൽ ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെയും അതുപോലെയുള്ള ആളുകളുടെയും കഥകൾ നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓൺലൈനിൽ വായ്പ തരുവാൻ ഇപ്പോൾ ആവശ്യം പോലെ ആളുകളുണ്ട്. വെറുതെ കിട്ടുന്നതല്ലേ വാങ്ങിച്ചേക്കാം എന്ന് ചിന്തിച്ച് കടം വാങ്ങി പിന്നുണ്ടായിട്ടുള്ള സമ്മർദ്ദത്താൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഇതിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഞാനൊന്ന് പറയട്ടെ, കടം വാങ്ങുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാൻ സാധിക്കുന്നത് കടം വാങ്ങുന്നത് തെറ്റാണ്. ദൈവം ഒരു ദൈവപൈതലിൽ ഇതൊരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല എന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. ചിലരുടെ ഒരു സ്ഥിരം സ്വഭാവമാണിത്. നിവർത്തി കെട്ടിട്ടല്ലെങ്കിലും കടം വാങ്ങിക്കുന്നത് അവർക്കൊരു രസമാണ്. ഇത് ചെയ്യുന്നതിന് വളരെയേറെ ന്യായീകരണങ്ങൾ കൊണ്ടുവരുന്നവരെ എനിക്കറിയാം. എന്നാൽ അവയിൽ ഒട്ടുമുക്കാലും വെറും ഉപാധികൾ മാത്രമാണ് എന്ന് കാണുവാൻ സാധിക്കും. എനിക്കൊരു സ്ത്രീയെ അറിയാം. അവർക്ക് കടം ചോദിക്കുന്നതിൽ ഒരു മടിയുമില്ല. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് വലിയ വലിയ തുകകൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കടം വാങ്ങും. ഒരിക്കലും തിരികെ കൊടുക്കുവാൻ അവർക്ക് പരിപാടി ഇല്ലതാനും. അല്ല, തിരിച്ചു കൊടുക്കുവാൻ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ കടം വാങ്ങുന്നത് തെറ്റാണ്. ഇങ്ങനെ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടില്ല എന്നെനിക്കറിയാം. അല്ല, ഏതൊരു തെറ്റും അത് ചെയ്യുന്ന വ്യക്തിയോട് തെറ്റാകുന്നു ചെയ്യുന്നത്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുകയില്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടാനിഷ്ടങ്ങളെ നോക്കാതെ ഈ ദുഷിച്ച പ്രവണതയ്ക്ക് വിരാമമിടുവാൻ ഒരു ക്രിസ്തുവിശ്വാസി ശ്രദ്ധിക്കണം. അത് എങ്ങനെ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. കടത്തിൽ നിന്നും കരകയറിയിട്ട് സ്വസ്ഥമായിരിക്കുവാൻ താങ്കൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവവചനത്തിൽ അതിന് ചില പ്രായോഗിക മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും തൃപ്തനായിരിക്കാൻ കഴിയുന്നുണ്ടോ? തനിക്ക് വളരെയേറെ ഉണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും തൃപ്തനായിരിക്കേണ്ടത് എങ്ങനെയെന്ന് പൗലോസിന് അറിയാമായിരുന്നു. അതിൻ്റെ രഹസ്യം തൻ്റെ ശക്തിക്കായി ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിന്നും എടുക്കുന്നതായിരുന്നു അവൻ്റെ സ്വഭാവം. താങ്കൾക്ക് വലിയ ആവശ്യങ്ങളുണ്ടോ? താങ്കൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തതിനാൽ അസന്തുഷ്ടിയിലാണോ? സംതൃപ്തനായിരിക്കേണ്ടതിന് ദൈവവാഗ്ദത്തങ്ങളിലും ക്രിസ്തുവിൻ്റെ ശക്തിയിലും ആശ്രയിക്കുവാൻ പഠിക്കുമോ? എപ്പോഴും കൂടുതൽ കൂടുതൽ വേണമെന്ന ചിന്തയാണെങ്കിൽ
ആ ആഗ്രഹം താങ്കളിൽ നിന്ന് മാറ്റുവാനും എല്ലാ സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയുവാനും താങ്കൾ തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചേ മതിയാകും. അങ്ങനെ താങ്കളെ പഠിപ്പിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കണം. അവിടുന്ന് താങ്കളുടെ സകല ആവശ്യങ്ങളും നൽകിത്തരും. ഇതെൻ്റെ സ്വഭാവമായിപ്പോയി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. എന്നാൽ താങ്കൾക്ക് ഏറ്റവും നല്ലതാകുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുപോലെ മാത്രമായിരിക്കും ഈ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റിത്തരുന്നത് എന്ന് മറക്കരുത്. ഈ വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. ക്രിസ്തു നമ്മുടെ സംതൃപ്തി. നാം ലഭിക്കുന്ന പണം ശരിയായ വിധത്തിൽ വിനിയോഗിക്കുവാൻ പഠിച്ചാൽ അത് നമ്മെ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറ്റും. എന്തെങ്കിലും സാധനം വാങ്ങിക്കുവാൻ നാം ചിന്തിക്കുമ്പോൾ ഇതാവശ്യമാണോ അതോ അത്യാവശ്യമാണോ എന്ന് നാം ചോദിക്കണം. ആവശ്യം 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രം വാങ്ങുക. അത്യാവശ്യം നിങ്ങൾ ആദ്യം വാങ്ങുക. പലർക്കും അടുത്ത വീട്ടിലുണ്ട്, അല്ലെ കൂട്ടുകാരൻ്റെ കയ്യിൽ, അല്ലെ കൂട്ടുകാരത്തിയുടെ കയ്യിൽ കണ്ടതുകൊണ്ട് എനിക്ക് വേണമെന്ന ചിന്തയാണ്. ഇതിനെ ചൂഷണം ചെയ്യാൻ ആവശ്യം പോലെ പദ്ധതികൾ ഇന്നുണ്ട്. അനേകരും ദുരഭിമാനം കൊണ്ടാണ് തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ചില സാഹചര്യങ്ങൾ നമുക്കൊരിക്കലും നമ്മെക്കൊണ്ട് തന്നെ നേരിടുവാൻ സാധിക്കാത്തതാകാം, ഞാൻ മറക്കുന്നില്ല. രോഗം വന്ന് വളരെയധികം പണം ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഒരു ദൈവ പൈതൽ തൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കണം. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു എന്നാണ്. മുമ്പ് തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല എന്ന്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പൗലോസ് അതിനൊരു വിശദീകരണം കൂടെ കൊടുത്തു. അവിടെ പറയുന്നത്, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എത്ര മനോഹരം അല്ലേ? താൻ ഒരിക്കലും അവരോട് സഹായ അഭ്യർത്ഥന നടത്തിയിട്ടില്ല എന്ന് പൗലോസ് പറയുന്നു. താൻ ഏതവസ്ഥയിലും സംതൃപ്തനായിരിക്കാൻ ശീലിച്ചിരിക്കുന്നു. ഇതൊരു ദൈവ പൈതലിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ ഈ കാര്യം പ്രത്യേകം പറയട്ടെ. പ്രത്യേകിച്ച് സുവിശേഷ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവനാമത്തിന് ദുഷി വരുത്തരുത്. പൗലോസ് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രമാണമായിട്ടാണ് അത് സൂക്ഷിച്ചത്. നാം മറ്റുള്ളവരോട് നമ്മുടെ ആവശ്യങ്ങളെ പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ കഴിവുകേടിനെ നാം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു ന്യായീകരണവുമില്ല. പലരും സുവിശേഷ വേലയിൽ എങ്ങനെയെങ്കിലും കൂടുതൽ പണം ഉണ്ടാക്കണമെന്ന ചിന്തയോടെയാണ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ കാരാഗ്രഹത്തിലോ പുറത്തോ പൗലോസിനൊരു വ്യത്യാസവുമില്ല. സംഗതികളെല്ലാം ഭംഗിയായും കൃത്യമായും നടന്നാൽ, നാം ശരിയായ സ്ഥാനത്തായിരുന്നെന്നാൽ നാം സംതൃപ്തരായിരിക്കുമെന്നാണ് നമ്മിൽ പലരും ചിന്തിക്കുന്നത്. നാം സംതൃപ്തിക്കായി നമ്മുടെ സാഹചര്യത്തിലും ചുറ്റുപാടിലും ആശ്രയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരിക്കലും നമുക്ക് സംതൃപ്തി നൽകില്ല. പൗലോസ് പറയുകയാണ് 12-ാം വാക്യത്തിൽ, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി ഓരോ ദൈവ പൈതലും പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസവും എന്നൊക്കെ പറയുന്നത് ഒട്ടുമുക്കാലും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ കൂടിയാകുന്നു എന്ന് മറക്കരുത്. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ദാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നിരുന്നാലും സാമ്പത്തികമായി ഏറ്റവും താണ നിലയിലും ഏറ്റവും ഉയർന്ന നിലയിലും ജീവിപ്പാൻ എനിക്ക് അറിയാമെന്നാണ്. ഒന്നുമില്ലാതിരുന്ന പല സന്ദർഭങ്ങളിലും അവൻ സംതൃപ്തനായിരുന്നു. ധാരാളമായി ദൈവം അവന് നൽകിയ അവസരങ്ങളുണ്ട്. അപ്പോഴും അവൻ്റെ സംതൃപ്തിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, നാം പഠിച്ചിരിക്കേണ്ട ഈ ശ്രേഷ്ഠ പാഠം താങ്കളുടെ ജീവിതത്തിൽ പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും സംതൃപ്തമായ ജീവിതം
ദൈവത്തോടുകൂടെ നയിക്കുവാൻ കഴിയുന്നത് അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ്. ആദായമാർഗം അറ്റുപോകുമ്പോൾ, വരുമാനം കുറയുമ്പോൾ ദൈവത്തെ ദുഷിക്കുകയും അവനോട് പിറുപിറുക്കുകയും ചെയ്യാറുണ്ടോ? ഏതവസരത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നതിനും നാം തയ്യാറായിരിക്കേണ്ടതത്രേ. അടുത്തതായി ചിന്തിക്കുവാൻ പോകുന്ന വാക്യം പലപ്പോഴും നാം ഉദ്ധരിക്കാറുള്ള ഒരു വാക്യമാണ്. എന്നാൽ ഇതെല്ലായ്പ്പോഴും ഇഷ്ടാനുസാരം ഉപയോഗിക്കാവുന്ന വാക്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ജീവിതത്തിൻ്റെ പ്രായോഗിക വശമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ഒന്നാണ് ഈ വാക്യം, 13-ാം വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈ വാക്യത്തിൽ പൗലോസിൻ്റെ സന്തോഷം ഈ ലേഖനത്തിലെ മറ്റുള്ള സന്തോഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. മറ്റ് ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സന്തോഷം തൻ്റെ ക്രിസ്തുവിലുള്ള സ്ഥിരമായ ബന്ധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ പൊതുവായുള്ള സന്തോഷങ്ങളാണ്. എന്നാൽ 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ പറഞ്ഞിരിക്കുന്ന സന്തോഷം ഒരു പ്രത്യേക കാര്യത്തിന്മേലാണ്. അത് ഫിലിപ്പിയിലെ വിശ്വാസികൾ തൻ്റെ സ്ഥിതിയോട് ഒരു പ്രത്യേക താല്പര്യം കാണിച്ചതിനാലുള്ളതാണ്. വാസ്തവത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, വ്യക്തിപരമായി എനിക്കൊന്നും ആവശ്യമില്ല, ഇതിനോടകം ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ, മതിയെന്ന ഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കുവാൻ കഴിയുന്ന രഹസ്യം ഞാൻ പഠിച്ചു കഴിഞ്ഞു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ക്രിസ്തു വിശ്വാസിയുടെ ആത്മാവിലെ ഉൾക്കാഴ്ചയും അദ്ദേഹത്തിൻ്റെ ആ മഹാത്മ്യത്തിൻ്റെ രഹസ്യത്തിൻ്റെ ഉൾക്കാഴ്ചയുമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത് എന്ന് ആരോ പറയുകയുണ്ടായി. തനിക്ക് സംഭവിക്കുന്നതെന്തും അംഗീകരിക്കുവാനും അതിനെക്കൊണ്ട് ചിലതൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനും അദ്ദേഹം പഠിച്ചിരുന്നു. ചില ആളുകളുണ്ട്, അവർക്ക് സമൃദ്ധിയിൽ ജീവിക്കുവാൻ അറിയാം, ഇല്ലായ്മയിൽ അവർ പതറിപ്പോകും. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, നേരെ മറിച്ചാണ്. ഞെരുക്കത്തിൽ അവർ ഭയങ്കര ഭക്തിയാണ്, അവർ ഭംഗിയായി കഴിഞ്ഞുകൂടും. സമൃദ്ധിയിൽ തീർന്നു, പിന്നെ ദൈവവും വേണ്ട, പള്ളിയും വേണ്ട, ആരാധനയും വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ പൗലോസിന് ഈ രണ്ടവസ്ഥയും ഒരുപോലെ ആയിരുന്നു. അതിൻ്റെ രഹസ്യം എന്തായിരുന്നു എന്ന് മനസ്സിലായോ? അവൻ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാൻ സകലത്തിനും മതിയാകുന്നു, അഥവാ എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും എന്നാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. അല്ലാതെ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. അതായത് നിൻ്റെ ജീവിതത്തിലെ ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം സകലവും നിവർത്തിപ്പാൻ കഴിയുന്ന അവസ്ഥ. വേറെ വിധത്തിൽ പറഞ്ഞാൽ, എന്തെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നുവോ അതിനുള്ള ശക്തി അവൻ പ്രദാനം ചെയ്യുമെന്നാണ് അർത്ഥം. എന്തെല്ലാം വരങ്ങൾ അവൻ നിങ്ങൾക്ക് തരുമോ അവ പ്രായോഗിക തലത്തിൽ വരുത്തുവാനുള്ള ശക്തിയും അവൻ നൽകും. ക്രിസ്തുവിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെല്ലാം ആവശ്യമായ ശക്തി നിങ്ങൾക്ക് അവൻ പകർന്നു തരും. പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ വാക്യം. എന്തും ചെയ്യുവാനുള്ള കഴിവ് ദൈവം ഒരു വ്യക്തിക്ക് നൽകുമെന്നാണ് ഈ വാഗ്ദത്തം പറയുന്നതെന്ന് പലരും ചിന്തിക്കാറുണ്ട്. പലരും ഈ കാര്യത്തിൽ വളരെയേറെ ന്യായവാദം ഉയർത്തിക്കേൾക്കാറുണ്ട്. എന്നാൽ ഈ വാഗ്ദത്തം അങ്ങനെയല്ല സുഹൃത്തേ. ഞാനൊരു ചെറിയ ഉദാഹരണം കൊണ്ട് എൻ്റെ ഈ ആശയം ഒന്ന് വ്യക്തമാക്കട്ടെ. പണ്ട് തൊട്ടേ എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുവാൻ വളരെ ഇഷ്ടമാണ്. പലതുകൊണ്ടും ട്രെയിൻ യാത്ര രസമാണല്ലേ. ഞാൻ വളരെയേറെ യാത്ര ചെയ്യാറുണ്ട്. സാധാരണ ഞാൻ യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് നിന്നും ഷൊർണൂർക്ക് പോകുന്ന ഒരു വേണാട് എക്സ്പ്രസ്. എന്തുമാത്രം ആളെയും വഹിച്ചുകൊണ്ട് എത്ര വേഗത്തിലാണ് ഈ വണ്ടി പോകുന്നത്. ഈ വണ്ടിക്ക് വേണമെങ്കിൽ പറയാം, ഈ ഷൊർണൂരിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള റെയിൽപാളത്തിൽ വേണാട് ചെയ്യണമെന്ന പരിപാടി ഇട്ടിരിക്കുന്നതെല്ലാം എനിക്ക് ചെയ്യുവാൻ കഴിയും. ആളുകൾ കൂടുതൽ കയറിയാലും ഞാൻ വലിക്കാം. ഈ റൂട്ടിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും സാരമില്ല, മഴയോ വെയിലോ പ്രശ്നമില്ല, ഞാൻ സകലത്തിനും മതിയാകും ഈ റൂട്ടിൽ. എന്നാൽ
ഒരു ദിവസം ഈ വണ്ടി പറഞ്ഞെന്നിരിക്കട്ടെ, എത്രയെത്ര വർഷങ്ങളായി ഞാൻ ഈ റൂട്ടിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. രാവിലെ ഷൊർണൂർക്ക് പോകും, വൈകുന്നേരം തിരുവനന്തപുരത്തേക്ക് വരും. എന്തൊരു വിരസത! ഓരോ ദിവസവും ഞാൻ കൊണ്ടുവരുന്ന ഒരു വലിയ പങ്ക് ആളുകൾ എന്നും എറണാകുളത്ത് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ വർഷങ്ങളായിട്ട് ഞാൻ ഈ എറണാകുളം പട്ടണം കണ്ടിട്ടില്ല. ഞാൻ കൊച്ചിയിലേക്ക് പോയിട്ടില്ല, മട്ടാഞ്ചേരി കണ്ടിട്ടില്ല. ഞാൻ നാളെ രാവിലെ ഷൊർണൂർക്ക് പോകുന്നില്ല, എറണാകുളത്ത് ഒന്ന് കറങ്ങാൻ ഇറങ്ങുകയാണ്. എനിക്ക് ഒരു ഒഴിവൊക്കെ വേണ്ടേ? വിഡ്ഢിക്കഥയാണ് ഞാൻ പറഞ്ഞതല്ലേ? ചിന്തിക്കൂ സുഹൃത്തേ, അങ്ങനെങ്ങാണം നമ്മുടെ ഈ വണ്ടി പറഞ്ഞ് അത് ചെയ്തെന്നാൽ അതിൻ്റെ പാളം വിട്ട് അല്പം മുൻപോട്ട് നീങ്ങുവാൻ അതിന് സാധിക്കില്ല. അവിടം കൊണ്ട് അത് അവസാനിക്കും, അതിലിരിക്കുന്നവരും അവസാനിക്കും. അതാണ് സംഭവിക്കുന്നത്. എനിക്ക് ക്രിസ്തുവിൽ സകലവും ചെയ്യുവാൻ സാധിക്കുമെന്ന് പൗലോസ് പറയുമ്പോൾ ഇങ്ങനെ ഒരു ആശയമാണ് നാം ഇവിടെ കാണുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാകുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തു ആ ശരീരത്തിൻ്റെ തലയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കേണ്ടത് അവിടുത്തെ ഹിതമെന്ന ആ പാളത്തിന്മേലാണ് നിങ്ങളുടെ ജീവിത വണ്ടി ഓടേണ്ടത്. എനിക്കെല്ലാം ചെയ്യാമെന്നല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് ഇവിടെ പറയുന്നത് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതൊക്കെയും അവൻ എന്നെ രക്ഷിച്ച സമയം മുതൽ ഈ ഭൂമിയിൽ നിന്നും അവൻ എന്നെ എടുക്കുന്ന സമയം വരെയും പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയുമെന്നാണ് അവൻ പറയുന്നത്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ പഠിച്ചല്ലോ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന്. ആ ദൈവഹിതത്തിൽ നിന്നും എന്നെ മാറ്റിക്കളവാൻ ആരെക്കൊണ്ടും ഒന്നിനെക്കൊണ്ടും സാധിക്കില്ല. ഇവിടെ പറയുന്ന എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എന്ന് താങ്കളെക്കുറിച്ചുള്ള അവൻ്റെ ആ ഗതി അനുസരിച്ച് പ്രവർത്തിപ്പാൻ താങ്കളെ ശക്തീകരിക്കുകയും കഴിവുള്ള വ്യക്തിയാക്കി തീർക്കുകയും ചെയ്യുന്നത് ക്രിസ്തുവാണ് എന്ന അർത്ഥത്തിലാണ്. താങ്കൾക്കിഷ്ടമുള്ളതെന്തും ചെയ്യുവാനായി നിയന്ത്രണാതീതമായ ശക്തി താങ്കളുടെ കയ്യിൽ തരുമെന്നല്ല അവൻ നിശ്ചയമായും അർത്ഥമാക്കുന്നത്. ഇല്ലേ? മനസ്സിലായില്ലേ? എന്നാൽ താങ്കളെക്കുറിച്ചുള്ള അവൻ്റെ ഹിതത്തിൻ പ്രകാരമുള്ള സകല കാര്യവും ചെയ്യുവാനുള്ള ശക്തി അവൻ താങ്കൾക്ക് നൽകും. നാം ക്രിസ്തുവിലായിരിക്കുകയും അവിടുത്തെ ഹിതപ്രകാരമുള്ള ആ പാളത്തിൽ കൂടി മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ ആർക്കും നമ്മെ ചെറുക്കുവാൻ കഴിയുകയില്ല, ആർക്കും നമ്മെ തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ ദൈവഹിതമെന്ന മഹത്വകരമായ സ്ഥാനത്ത് നിന്നും നാം പാപം മൂലമോ മനഃപൂർവ്വമായുള്ള അനുസരണക്കേട് മൂലമോ വ്യതിചലിക്കുന്ന നിമിഷത്തിൽ നാം നാശത്തിലേക്കായിരിക്കും പോകുന്നത്. എന്നാൽ നാം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പാളത്തിൽ കൂടി തന്നെ നീങ്ങിയാൽ ക്രിസ്തുവിൽ നമുക്ക് സകലവും ചെയ്യുവാൻ സാധിക്കും. ഇവിടെ പറയുന്ന നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് നമ്മുടെ കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞ ആ ഒരു കാര്യത്തിൻ്റെ വേറൊരു പകർപ്പാണ്. ഓർക്കണം, ഇവിടുത്തെ ആ വ്യവസ്ഥ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണമെന്നുള്ളതാണ്. പലരും നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഭാഗം മാത്രം അങ്ങ് മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമേ നീ ചെയ്ത വാഗ്ദത്തമല്ലേ, നീ നിവർത്തിച്ചേ മതിയാകൂ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം അങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടില്ല. ഇവിടെ അത് മൊത്തത്തിൽ നാം കാണണം. ശക്തിക്കായി നാം അപേക്ഷിക്കുന്നതിന് മുമ്പ് നാം എവിടെയാണ് നിൽക്കുന്നത് എന്നുറപ്പാക്കേണ്ടത് ആവശ്യമാണ്. ദൈവഹിതത്തിലായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവഹിതം എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? ദൈവവചനം പഠിക്കുന്നതിലൂടെ ദൈവഹിതം അറിയുവാൻ കഴിയും. ദൈവഹിതം നാം മനസ്സിലാക്കുവാൻ ദൈവവചനത്തിൽ വളരെ പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. ദൈവവചനം ആദ്യോടന്തം പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്ത് നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പൂർണ്ണ ഹിതം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും.
നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരു അടിസ്ഥാനവും അപ്പോൾ ഉണ്ടാകും. ദൈവഹിതത്തിലായിരിക്കുകയും ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷവും സംതൃപ്തിയും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും. എന്നിൽ ജീവിക്കുന്നവൻ്റെ ശക്തിയാൽ ഞാൻ എന്തും ചെയ്യുവാൻ തയ്യാറാണെന്നത്ര ഇവിടുത്തെ യഥാർത്ഥയാർത്ഥം. എന്നിൽ ജീവിക്കുന്നവൻ്റെ ശക്തിയാൽ ഞാൻ എന്തും ചെയ്യുവാൻ ശക്തനാണ്. അതത്രേ സന്തോഷകരമായ ജീവിതം. അല്ലാതെ ഒരുപാട് നമുക്ക് ഭൗമികമായി ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല. സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല. അനേകരും ചിന്തിക്കുന്നത് തങ്ങൾക്ക് യാതൊന്നുമില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്നത്രേ. ഞാൻ പറയട്ടെ, എത്ര ഉന്നതമായ ഒരു മാതൃകയാണ് പൗലോസ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. കാരാഗ്രഹത്തിൽ എല്ലാ പരിമിതികളുടെയും മധ്യത്തിൽ കഴിയുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ സംതൃപ്തനാകുന്നു, എനിക്ക് വേണ്ടുന്നതെല്ലാമുണ്ട്. താൻ സന്തുഷ്ടനാണ്, സംതൃപ്തനാണ്, സമ്പന്നനാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഈ പറഞ്ഞതുപോലെ മാത്രമേ സമ്പന്നനായിരിക്കുവാൻ സാധിക്കൂ. ലോകപ്രകാരം എല്ലാം വാരിക്കൂട്ടിയാലും ജീവിതത്തിൽ യാതൊരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത സ്ഥിതിയാകുന്നു എങ്കിൽ അതിനോളം വലിയ അരക്ഷിതാവസ്ഥ വേറെന്താണ്? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ അധ്യായത്തിൽ നാം കാണുന്ന 3 പ്രധാനപ്പെട്ട കാര്യം. 4-ാം വാക്യത്തിൽ നാം സന്തോഷത്തെക്കുറിച്ച് കണ്ടു. വീണ്ടും 7-ാം വാക്യത്തിൽ നാം സമാധാനത്തെക്കുറിച്ച് കണ്ടു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ഇവിടെ ഇതാ സംതൃപ്തിയെക്കുറിച്ച് നാം കാണുന്നു. താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ആഗ്രഹിക്കുന്നതും ഈ 3 കാര്യങ്ങളല്ലേ? സന്തോഷം, സമാധാനം, സംതൃപ്തി. അതെങ്ങനെ ലഭിക്കുമെന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി, വ്യക്തമായി പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മോട് പറഞ്ഞ് നമ്മെ മനസ്സിലാക്കുന്നു. ജീവിതത്തെ ഒന്ന് സ്വയപരിശോധന ചെയ്താട്ടെ. സംതൃപ്തനാണോ? ഈ ഭാഗം തീർച്ചയായിട്ടും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദൈവം നിങ്ങളെ തൻ്റെ കൃപയിൽ സൂക്ഷിച്ച് ശക്തീകരിച്ച് സന്തോഷവും സംതൃപ്തിയും സമാധാനവും നൽകി സൂക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ കടത്തിവിടുന്ന എല്ലാ അവസ്ഥയുടെയും പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നും അതിൽ നിന്ന് ചിലത് പഠിപ്പാനുണ്ടെന്നും തിരിച്ചറിയുന്ന ദൈവഭക്തന് ജയകരമായി തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ തന്നെയാണ് ഞാൻ മുന്നേറുന്നത് എന്നുള്ളതിൻ്റെ ഉറപ്പാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന വാക്യത്തിൽ നാം കാണുന്നത്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, അങ്ങ് എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് ദാവീദ് പറയുന്നതും മറിച്ചൊരു ചിന്തയല്ല. ദൈവത്തിൻ്റെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന ആടുകളുമായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.